ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി, ഈ വണ്ടിയാണ് നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഇതിന് സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, ഗിയർ ഓയിൽ ചെക്കപ്പ്, അതുപോലെ ഗിയറിൻ്റെ ഓയിൽ സൈഡിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ നിന്ന്. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ജന സർവീസിൻ്റെ വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയതൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയില്ല. കസ്റ്റമർ ഒരു വട്ടം കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ അതുപോലെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ക്ലച്ചിൻ്റെ സൈഡ് എയർ ഫിൽറ്റർ സൈഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീനായിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ കിടക്കുന്നത്. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ ഉണ്ടായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. അതുപോലെ ബെൻഡക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയക്കാത്തത്. ബാക്ക് വീലും കൂടി അയച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഈ ഗിയറിൻ്റെ ഈ സൈഡ് ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞു. നിലവിൽ ആ ഗിയർ സൈഡിൻ്റെ ഓയിൽ ലീക്ക് ആരംഭമാണ്. നമുക്കതിപ്പോൾ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാരിങ് വരുന്നുണ്ട്, ഗിയർ ബോക്സിൻ്റെ ഒരു ബാരിങ് വരുന്നുണ്ട്, അതിൻ്റെ ഓയിൽ സീൽ, അതുപോലെ ഗിയർ ഓയിൽ, ഇതെല്ലാം സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. ഏകദേശം അതിന് മാത്രം നമുക്ക് ഏകദേശം ഒരു 1000-1200 രൂപ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ അയച്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത സർവീസിന് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താലും മതി. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാരിങ് ഓയിൽ സീൽ അതിൻ്റെ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതന്നെ ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ടിലെ ബുഷുകൾ നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ലിങ്ക് ബുഷ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ബുഷിനും 2 ബുഷുകൾക്കും കംപ്ലയിൻ്റ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ബുഷ് കിറ്റൊക്കെ ഒന്ന് മാറ്റിയിടണം. അത് ഫ്രണ്ടിലെ ബ്രേക്സിന് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമറോണ്ട് 2025 ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാറ്ററിക്കും വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ 11 റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു 9 വരെയൊക്കെ വോൾട്ട് താഴോട്ട് വരുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിടാം. പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കി, പ്ലഗ് നല്ല പ്ലഗാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം അയക്കണമെന്നുണ്ട്. നിലവിലിപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല, നമ്മുടെ കാർബറേറ്ററൊന്നും അയക്കുന്നില്ല. ഇപ്പോഴത്തെ പെട്രോൾ 800 പെട്രോൾ ആകുമ്പോൾ കാർബറേറ്റർ കൂടുതൽ കംപ്ലയിൻറ്റ്, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും പെട്രോളിൻ്റേതായ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം അയക്കണമെന്നില്ല. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിയിട്ടൊന്നും റിസെറ്റ് ചെയ്യില്ല. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് വർക്ക് മാത്രമല്ല, എഞ്ചിൻ ഓയിൽ അതിൻ്റെ ഫ്രണ്ട് ബുഷുകളൊക്കെയാണ് മാറ്റുന്നത്. ഗിയർ ബോക്സിൻ്റെ സൈഡൊന്നും ചെയ്യണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തു വിടാം. ഓക്കെ.